എവിടെയും ശ്രദ്ധ കണ്ടിട്ടില്ലല്ലോ. പണി കഴിഞ്ഞത് അതെ ലോണ് പാസ്സാക്കാൻ വേണ്ടിട്ട്. ലോണോ കേട്ടോ അവിടെ കിട്ടിയില്ലേ? അതെ ആധാരം കിട്ടിയില്ല. പിന്നെന്താ ജോലി മറ്റേ മറിച്ച് കുറേ പ്രശ്നങ്ങൾ കുടിക്കണം നികുതിച്ചിട്ട് ഇതൊക്കെ കിട്ടണല്ലേ? ചങ്ങായി സർക്കാർ ഉദ്യോഗസ്ഥരെ പണി ഉണ്ടെങ്കിൽ ഇപ്പോൾ വേഗം കിട്ടുക. ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിലേ പോലെ സാലറി സർട്ടിഫിക്കറ്റ് മതി ലോണിട്ടാ. ഞാൻ ഗവൺമെൻറ് എടുക്കാനുണ്ട്. ഈ ഗവൺമെൻറ് എടുക്കാൻ പിന്നെ അല്ല എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഈ ഗവൺമെൻറ് എന്ത് പണിക്ക് ചെയ്യണം? തൊഴിലുറപ്പിന് പണിക്കുണ്ട്. അപ്പോൾ കിട്ടൂടാ. അജ്ജ് നാളെ ബാങ്ക് പോയാൽ മതി. ഞാനത് മറന്നു ചെയ്തു. അത് പറഞ്ഞില്ല. പറഞ്ഞാൽ മതി. എനിക്കിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ. അത് പറഞ്ഞാൽ മതി. ഞാൻ തൊഴിലുറപ്പിൻ്റെ പണിക്കൂറാണ് ഗവൺമെൻറ് പണിക്കാരെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി. നമുക്കിപ്പോൾ നമ്മൾ തന്നെ പോലാണല്ലോ. അതാ അപ്പം കിട്ടും. അല്ല നമ്മൾ പോലെ അപ്പം ആധാരം ഉണ്ടാക്കണ്ട ഒന്നും ഉണ്ടാക്കണം. ഒന്നും അത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും പോയാട്ടെ. ഇത് നാളെ പോയി നോക്കും. നാളെ പോയാട്ടെ. അപ്പം കിട്ടും. പിന്നെ ചായ അത് പറഞ്ഞാൽ നീ എന്താ വർത്താനം? ഒരു ഐഡിയ പറയുന്നുണ്ടേ. എന്തെങ്കിലും സംസാരിച്ചിട്ട് കൊടുത്തിട്ട് കിട്ടിയില്ല. ലോൺ എടുത്തിട്ട് എവിടെയും കിട്ടിയില്ല. ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം മതി ലോൺ കിട്ടാൻ. അത് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ കിട്ടും. അല്ലേ സർക്കാർ ജോലിക്കാരനാണ് തൊഴിലുറപ്പിന് പണിക്കൊണ്ടോ എന്തുണിക്ക് വേണം തൊഴിലുറപ്പ് പണിക്കോ? കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യും. അപ്പൊ മതി ഗവൺമെന്റ് പൈസ കൊടുക്കണേ. അപ്പൊ എനിക്ക് ആ മതി. പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഞാൻ അതിന്റെ മനസ്സിൽ പോയി. നമ്മളൊരു കേരളത്തിന്റെ കേരള നമുക്ക് ഓർമ്മയിലില്ല. അത് ആദ്യം പറയണ്ടേ? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കിട്ടൂലേ? അനക്കൊരു പേപ്പറും വേണ്ട. അത് തൊഴിലുറപ്പിന്റെ ബുക്ക് ഒപ്പിടുന്നുണ്ട്. അത് മതി. ഞാൻ അതേപോലെ ലോൺ പണിക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ കിട്ടൂലേ? അല്ല എനിക്കൊരു ലോൺ എടുക്കണം. അല്ല എനിക്ക് ലോൺ കിട്ടിയില്ല. എപ്പോഴും പോലെ അതിന്റെ ബുക്കും കാര്യമൊക്കെ പണിക്കാരനല്ലേ? എന്തായാലും ഈ രാവിലെ നേരത്തെ ഒരു 10 ബാങ്ക് കൊടുക്കുന്ന ഞാൻ ഈ കാര്യം മറന്നു പറഞ്ഞതുകൊണ്ട് 5 10 അതിൽ ലോൺ അത്രയും കിട്ടും. വേണ്ട നമ്മൾ ആണിക്കൊരു ചായ കുടിക്കും. ഐഡിയ പറഞ്ഞു സുന്ദര ആണിച്ച്. ഞാൻ ഇത് മറന്നേക്കണേ. ഞാൻ കേന്ദ്രത്തിന്റെ പണിക്കാരാണല്ലോ. അപ്പൊ എനിക്ക് ലോൺ എന്തായാലും കിട്ടും. കിട്ടേ ആദ്യം ഒരു പറയണ്ടേ? ഗവൺമെന്റ് പണിക്കാരനാണെങ്കിൽ ഞാൻ എന്റെ മനസ്സിലാണ് പോയിട്ടില്ല. തൊഴിലുറപ്പിന്റെ കാര്യമാണ് വിട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു. മാസം അനക്ക് ശമ്പളം വരുന്ന ഗവൺമെന്റ് നിന്നാണ്. പോലീസുകാർക്ക് വരുന്നത് ഗവൺമെന്റ്. എന്തായാലും അല്ല ഇനി കിട്ടും. പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നേരത്തെ പോയി നേരത്തെ ഒരു 9 ആകുമ്പോൾ പോയാൽ അത് 10 പേപ്പറൊക്കെ ക്ലിയർ ആക്കി അല്ലേ? അത് കഴിഞ്ഞ് മറ്റന്നാൾ പണിക്കൂറി അടക്കണ്ടേ? അത് ഇതും കിട്ടില്ല. ശമ്പളത്തിൽ കുറിച്ചപ്പോൾ അതിനത്ര മാസത്തിൽ ഒരു പണിക്കത്ര ഇട്ട 300 അല്ല ഇപ്പൊ 400 ഇല്ലേ? 400 12,000 കിട്ടും. 12,000 കിട്ടുമ്പോൾ ഞങ്ങൾക്ക് എത്ര 5 ലക്ഷം കിട്ടില്ലേ? പിന്നെ അതിന് 15 കൊല്ലത്തിനാകുമ്പോൾ മാസം കുറഞ്ഞ പൈസ അടവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാരനായില്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഓർമ്മയിൽ വരുന്നത്. പണിക്കാരാണല്ലോ ആള് ചില്ലറക്കാരൻ കേട്ടോ. ഗവൺമെന്റ് ഞാനതല്ലോ സർക്കാർ ഉദ്യോഗസ്ഥരാണിപ്പോ ഞാൻ അന്തം മുട്ടില്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോ ഇവന് പേപ്പറൊന്നും വേണ്ടല്ലോ. ഒന്നും വേണ്ട. ആ ബുക്ക് ഇടുന്ന മറ്റേ ഒരു ആ ബുക്ക് മതി. അതവിടുന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നേരെ പോയാല് ഓരോ പൈസ ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ പെട്ടെന്ന് കിട്ടും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബുക്ക് കൊണ്ടേ മതില്ലേ? എന്നാ ആയിക്കോട്ടെ നമുക്ക് പോവല്ലേ? ആയിക്കോട്ടെ നാളെ പോയിക്കൊണ്ടേ. ആയിക്കോട്ടെ ഞാനുണ്ട്. ഞാനുണ്ട്. എന്നൊരു ബുക്ക് ഞാൻ എടുക്കട്ടെ. ആയിക്കോട്ടെ. ഞാൻ കുടിച്ചോളാം. ബുദ്ധി പറഞ്ഞോളൊക്കെ ചായ വാങ്ങി കൊടുക്കുക. ഇച്ചിരിക്ക് ചായ മാത്രം പോരാ.